ഇന്നലെ വന്നിട്ടുള്ളൊരു വാർത്തയാണ് ഇന്ത്യക്ക് പുതിയ കോച്ച് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വുമൺസ് അണ്ടർ-17 ആൻഡ് അണ്ടർ-20 ടീമിനെ ഒരു പുതിയ വിദേശ കോച്ചിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ജോക്കിം അലക്സാണ്ടർസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വീഡിഷ് പരിശീലകനെയാണ് എത്തിക്കുന്നത്. 48 വയസ്സുള്ള ഒരു പരിശീലകനാണ് ഇദ്ദേഹം എന്നുള്ളതാണ്. ഇദ്ദേഹത്തിനാണ് ഇപ്പോൾ പറഞ്ഞാൽ 2 ഏജ് കാറ്റഗറികളുടെ ഒരു പരിശീലകൻ എന്ന നിലയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അപ്പം ഇദ്ദേഹത്തെ പറ്റി പറയുന്നൊരു സമയത്ത് സ്വീഡന് വേണ്ടി അണ്ടർ-21 ലെവലിലൊക്കെ ആ ഒരു കാറ്റഗറിയിലൊക്കെ കളിച്ചിട്ടുള്ളൊരു താരമാണ്. അതുപോലെ ക്ലബ് ലെവലിലൊക്കെ നോക്കുന്ന സമയത്തും അദ്ദേഹം സ്വീഡനിലെ പോപ്പുലർ ക്ലബ്ബായിട്ടുള്ള എൽസ്ബർഗിൻ്റെയൊക്കെ പ്ലെയർ ആയിരുന്നു. ആ ഒരു ടീമിലെ ക്യാപ്റ്റനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവർക്കൊപ്പം ട്രോഫീസൊക്കെ വിൻ ചെയ്തിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. കളിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ഡിഫൻഡറായിരുന്നു. പിന്നെ സ്വീഡന് വേണ്ടിയിട്ട് അണ്ടർ-20 ലെവലിലൊക്കെ 21 ലെവലിലൊക്കെ ഒരു പ്ലെയർ എന്ന ലെവലിൽ കളിക്കുകയും ചെയ്തിട്ടുള്ളൊരു താരം കൂടിയാണ് ഇദ്ദേഹം. ഈ ഒരു എൽസ്ബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെയിം ക്ലബിലൂടെ തന്നെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോച്ചിങ് ലെവലിലുള്ളൊരു എക്സ്പീരിയൻസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുത്തെ യൂത്ത് ഡയറക്ടർ എന്നുള്ള ഒരു ലെവലിൽ 2014. അതിനുശേഷം അദ്ദേഹം ആ ഒരു ക്ലബിൻ്റെ ഗേൾസ് ആൻഡ് ബോയ്സ് ലെവലിൽ അണ്ടർ-14 മുതലുള്ള എല്ലാ കാറ്റഗറിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല റിസൾട്ട്സ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ പ്ലേയേഴ്സിനെയൊക്കെ സീനിയർ ലെവലിലേക്കൊക്കെ പ്രൊമോട്ട് ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇതൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് ഡാറ്റാസ് ഒന്നും ലഭ്യമല്ല. പറഞ്ഞ ലിമിറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡാറ്റാസൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. ആദ്യം ഇദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് ആരംഭിക്കുന്നത് ഇന്ത്യൻ അണ്ടർ-20 വുമൺസ് ടീമിനോടൊപ്പം ആയിരിക്കും എന്നുള്ളതാണ്. അത് ബംഗളൂരുവിൽ ഈ മാസം 10-ാം തീയതി ഒരു ക്യാമ്പ് തുടങ്ങും. പിന്നെ മാച്ചസ് കാര്യങ്ങളൊക്കെ ഈ മാസം തന്നെ 1-2 മാച്ചസ് കളിക്കും. അങ്ങനെ വർഷത്തിൽ ഈ 2 ഏജ് കാറ്റഗറികളിലും കൂടുതൽ എക്സ്പോഷർ കൊടുക്കുക, മാച്ചസ് കിട്ടുക എന്നുള്ളൊരു ലക്ഷ്യം ആണുള്ളത് എന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട്. സോ പ്രോമിസസ് ഒന്നും ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല. മാച്ചസ് ഒക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ കളിച്ചു എന്നുള്ളത് പറയാം. പിന്നെ ഈ ഒരു അപ്പോയിൻമെൻറ്റ് വന്നപ്പോഴത്തേക്കും പ്രൊഫൈൽ വൈസൊക്കെ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കോച്ചാണ്. പ്രത്യേകിച്ച് ഒരു ജൂനിയർ ലെവലിൽ വുമൺസ് ടീമിൻ്റെ കോച്ചൊക്കെ ആയിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, മോശമില്ല എന്നുള്ള അഭിപ്രായമൊക്കെ തന്നെ പറയാം. പക്ഷേ ഒരു എതിരഭിപ്രായം ഇപ്പം പലരുടെ ഇടയിലൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മൾട്ടി ടാസ്കിങ് പലപ്പോഴും ഈ AFF കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ സീനിയർ ലെവലുള്ള കോച്ചസിൻ്റെ ആരും തൊട്ട് തന്നെ തുടങ്ങും. ഇപ്പം മനോഹരുടെ കാര്യം നമുക്കറിയാലോ, ഇപ്പം നിലവിൽ ഗോവയിലും സീനിയർ ടീമിലും വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ അണ്ടർ-17 ടീമിൻ്റെ കോച്ചായിരുന്നു ഇഷ്ഫാഖ് അഹമ്മദ്. അദ്ദേഹം ഓൾറെഡി ലീഗ് ക്ലബ്ബായിട്ടുള്ള റിയൽ കാശ്മീരിൻ്റെ ഇപ്പോൾ കോച്ചാണ്. അപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു കോച്ചിനെ ഒരു ലെവലിൽ വർക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അവർക്ക് അവിടെ ഒരു ഫുൾ ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു ഔട്ട്പുട്ടോ അല്ലെങ്കിൽ അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് സ്കൗട്ടിംഗ് ലെവൽ എല്ലാം നോക്കിക്കഴിഞ്ഞാലും അത് വേറെ തന്നെ ആയിരിക്കും. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മെൻസ് ടീം ബോയ്സ് ഒരു കാറ്റഗറിയിൽ വരുമ്പോഴും അണ്ടർ-17 അണ്ടർ-20 കാറ്റഗറിയിലും ഒക്കെ ഇതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കോച്ചസ് ഇപ്പം പല ഇന്ത്യൻ കോച്ചസും പലയിടത്തുമൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഫോറിൻ കോച്ചസിനെ തന്നെ വലിയ പണം കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഇപ്പം ബഡ്ജറ്റ് കുറച്ചൊക്കെ ഹയർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇപ്പം അണ്ടർ-20 ഒരു നല്ലൊരു കാൻഡിഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നൊരു കോച്ചാണ് തോമസ് തോഷ്. ഇപ്പം KBC റിസർച്ച് സൈഡിൻ്റെ ഒരു കോച്ചൊക്കെയാണ്. അപ്പോൾ അവിടെ ഒന്നാമത് അദ്ദേഹത്തിന് ഒരു 5-6 വർഷം ഇവിടെ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു പ്രവൃത്തി പരിചയമുണ്ട്. അതിൽ അദ്ദേഹം പ്രൂവ്ഡ് ആണ്. നമുക്കറിയാമല്ലോ എത്രത്തോളം പ്ലേയേഴ്സിനെ KBSCയുടെ തന്നെ സീനിയറിലായിട്ടൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൊരു കോച്ചാണ്. അപ്പം ആ ലെവലിൽ ഒക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തോമസിനെ എടുക്കണമെന്നില്ല, ആ ലെവലിലുള്ള കോച്ചസൊക്കെ ലഭ്യമായിരിക്കും. ആ ഒരു ലെവലിൽ ബഡ്ജറ്റിലൊക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതിലൊക്കെ പണിയെടുക്കണം. അതിനാണ് ഈ ടെക്നിക്കൽ കമ്മിറ്റിയും ടെക്നിക്കൽ ഡയറക്ടർ എന്നൊക്കെ പറയുന്ന ആളുകൾ ഇരിക്കേണ്ടത്. അതല്ലാണ്ട് ഈ പറയുന്ന പോലെ ഫ്രണ്ട്ഷിപ്പ് കോട്ടയിലൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ അതിൽ അർത്ഥമൊന്നും ഉണ്ടാകില്ല. സോ ഈ ഒരു കോച്ചിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും പ്രൊഫൈൽ വൈസ് ഒക്കെ കുഴപ്പമില്ല. ഇനി അങ്ങനെ അത് ഒക്കെ വന്ന് ചേരുന്നു എന്നുള്ളത് കണ്ടിരിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു 2 ജോബ് കൊടുക്കുന്നതാണ് എനിക്ക് ഒരു കൺഫ്യൂഷൻസ് ഉള്ളത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ വരികയാണ്. സൈനിങ് ഓഫ്.